ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റും കാണുന്നത് എല്ലാം എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുണ്ടോ? ഒരു നിമിഷം സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കൂ. അതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെള്ളത്തിനടിയിൽ ഒരു വെള്ളച്ചാട്ടം. നമ്മൾ കാണുന്നത് എല്ലാം സത്യമല്ല. അതിൽ ചിലത് ദൃശ്യതന്ത്രമാണ്, ചിലത് ശാസ്ത്രമാണ്, എന്നാൽ ചിലത് ഭൂമിയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം അത്തരമൊരു രഹസ്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയ്ക്ക് സമീപം മഡഗാസ്കർ എന്നൊരു വലിയ ദ്വീപുണ്ട്. എന്നാൽ കുറച്ചുകൂടി കിഴക്കോട്ട് നോക്കിയാൽ മൗറീഷ്യസ് എന്നൊരു ചെറിയ ദ്വീപുമുണ്ട്. വെറും 28 കിലോമീറ്റർ വീതി, എന്നാൽ 13 ലക്ഷത്തിലധികം ആളുകൾ അവിടെ താമസിക്കുന്നു. തലസ്ഥാന നഗരമായ പോർട്ട് ലൂയിസ് വളരെ തിരക്കേറിയതുമാണ്. എന്നാൽ യഥാർത്ഥ മാന്ത്രികത ഈ ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഒരു ഹെലികോപ്റ്ററിൽ നിന്നോ ഡ്രോണിൽ നിന്നോ നോക്കിയാൽ സമുദ്രം കരയെ ഒരു വലിയ കുഴിയിലേക്ക് വലിച്ചിടുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു അത്ഭുതം. അതെ, കടലിനടിയിലെ ഒരു വെള്ളച്ചാട്ടം പോലെ ഭ്രാന്തമായി തോന്നുന്ന ഒരു അത്ഭുതം. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷേ ഇത് ഒരു യഥാർത്ഥ വെള്ളച്ചാട്ടമല്ല. കാണുന്നത് ഒരു മിഥ്യയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തിരമാലകളും സമുദ്രപ്രവാഹങ്ങളും ദ്വീപിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മണലും ചെറിയ കല്ലുകളും ആഴക്കടലിലേക്ക് വലിച്ചെടുക്കുന്നു. കടൽ പെട്ടെന്ന് അവിടെ വളരെ ആഴത്തിലാകുന്നതിനാൽ അതൊരു ദൃശ്യതന്ത്രം സൃഷ്ടിക്കുന്നു. ഇളനീല ആഴം കുറഞ്ഞ വെള്ളവും കടുന്നീല ആഴത്തിലുള്ള വെള്ളവും അതിനെ ഒരു വെള്ളച്ചാട്ടം പോലെയാക്കുന്നു. അപ്പോൾ ഇത് വെള്ളം ഒഴുകുന്നതല്ല, സമുദ്രത്തിലേക്ക് പതുക്കെ താഴേക്ക് പതിക്കുന്ന മണലാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ മണൽക്കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മണൽക്കാറ്റ് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: മണൽ ഇടിഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ദ്വീപ് എപ്പോഴെങ്കിലും അപ്രത്യക്ഷമാകുമോ? അതെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ മൗറീഷ്യസ് സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ എല്ലാ അഗ്നിപർവ്വത ദ്വീപുകളെയും പോലെയും സമുദ്രം പതുക്കെ അതിനെ തകർക്കുകയാണ്. ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ദ്വീപ് പൂർണ്ണമായും കടലിനടിയിലായേക്കാം. ഇനിയാണ് നമ്മുടെ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് വെള്ളത്തിനടിയിലുള്ള ഒരേ ഒരു വെള്ളച്ചാട്ടമല്ല. അതിനർത്ഥം അതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വെള്ളച്ചാട്ടമുണ്ട്. ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും ഇടയിൽ സമുദ്രത്തിനടിയിൽ ഡെൻമാർക്ക് കടലിടുക്ക് കാറ്ററാക്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. മുകളിൽ നിന്ന് അത് കാണാൻ കഴിയില്ല. ഒരു ബോട്ടിലാണെങ്കിൽ വെള്ളം സാധാരണമായി കാണപ്പെടുന്നു. എന്നാൽ അതിനു താഴെ അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. തണുത്ത ആർട്ടിക് സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം ചൂടുവെള്ളത്തിനടിയിൽ വേഗത്തിൽ മുങ്ങുന്നു. അത് ഒരു ശക്തമായ വെള്ളത്തിനടിയിലുള്ള വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നു. 3500 മീറ്റർ ആഴം, സെക്കൻഡിൽ 50 ലക്ഷം കനമീറ്റർ വെള്ളം ഒഴുകുന്നു. ഏഞ്ചൽ വെള്ളച്ചാട്ടത്തെക്കാളും നിങ്ങൾ കേട്ടിട്ടുള്ള ഏതൊരു വെള്ളച്ചാട്ടത്തെക്കാളും വളരെ വലുതാണിത്. എന്നാൽ ഇത് സംഭവിക്കുന്നതോ വെള്ളത്തിനടിയിലും. അതെ, അണ്ടർ വാട്ടർ വെള്ളച്ചാട്ടങ്ങൾ യഥാർത്ഥമാണ്. ചിലത് മിഥ്യധാരണകളാണ്, ചിലത് മറഞ്ഞിരിക്കുന്ന സത്യവും. എന്നാൽ അവയെല്ലാം പ്രകൃതിയിൽ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി മനസ്സിലാകാത്ത അത്ഭുതകരമായ രഹസ്യങ്ങൾ ഉണ്ടെന്നതിൻ്റെ തെളിവാണ്. വെള്ളത്തിനടിയിലെ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അസാധ്യമാണെന്ന് തോന്നിയേക്കാം അല്ലേ? വെള്ളത്തിനടിയിലെ വെള്ളച്ചാട്ടമോ? എന്നാൽ കടലിന്റെ അടിയിൽ കരയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളെപ്പോലും മറികടക്കുന്ന അതിശക്തമായ ഒരു പ്രകൃതി അത്ഭുതമുണ്ട്. ഇനി നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, ഗ്രീൻലാൻഡിനും ഐസ്ലാൻഡിനും ഇടയിൽ ഡെൻമാർക്ക് കടലിടുക്ക് എന്ന സ്ഥലത്ത് ഈ മറഞ്ഞിരിക്കുന്ന ഭീമൻ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ രണ്ട് വലിയ സമുദ്രപ്രവാഹങ്ങൾ കണ്ടുമുട്ടുന്നു. ഒന്ന് തണുത്തതും മറ്റൊന്ന് ചൂടുള്ളതുമാണ്. തണുത്ത വെള്ളം ആർട്ടിക് സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. ചൂടുള്ളത് ഭൂമധ്യരേഖയിൽ നിന്നാണ് വരുന്നത്. രസകരമായ കാര്യം, തണുത്ത വെള്ളം ചൂടുവെള്ളത്തേക്കാൾ ഭാരമുള്ളതാണ്. അതിനാൽ ഈ രണ്ട് പ്രവാഹങ്ങളും കണ്ടുമുട്ടുമ്പോൾ തണുത്ത വെള്ളം ചൂടുവെള്ളത്തിനടിയിൽ മുങ്ങുന്നു. എന്നാൽ ഡെൻമാർക്ക് കടലിടുക്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ട് 3500 മീറ്ററിലധികം താഴുന്നു. അത് മിക്ക പർവ്വതങ്ങളെക്കാളും ഉയരമുള്ളതാണ്. അതിനാൽ തണുത്ത വെള്ളം മുങ്ങുമ്പോൾ അത് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പതിക്കുന്നു. പാറകൾക്ക് മുകളിലൂടെയല്ല, മറിച്ച് കടലിന്റെ ആഴത്തിലേക്ക്. ഈ വെള്ളത്തിനടിയിലുള്ള വെള്ളച്ചാട്ടത്തെ ഇത് ഡെൻമാർക്ക് സ്ട്രെയിറ്റ് കാറ്ററാക്ട് എന്ന് വിളിക്കുന്നു. അതായത് ഡെൻമാർക്ക് കടലിടുക്കിന്റെ തിമിരം. ഈ വെള്ളച്ചാട്ടം ചെറുതല്ല. ഓരോ സെക്കൻഡിലും ഏകദേശം 5 ദശലക്ഷം കനമീറ്റർ വെള്ളം താഴേക്ക് പോകുന്നു. അത് നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ 50 മടങ്ങ് കൂടുതലാണ്. കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. തണുത്ത വെള്ളം ഗ്രഹത്തിന് കുറുകെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അന്റാർട്ടിക്ക വരെ. അവിടെ നിന്ന് അത് പതുക്കെ വീണ്ടും ഉയർന്ന് ചൂടുള്ള പ്രവാഹങ്ങളിൽ ചേരുന്നു. ഒരു വലിയ ആഗോള ലൂപ്പ് ഉണ്ടാക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ആഗോള കൺവെയർ ബെൽറ്റ് എന്ന് വിളിക്കുന്നു. ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്.
ഇത് തണുത്ത രാജ്യങ്ങളെ ചൂടാക്കുന്നു, ചൂടുള്ള രാജ്യങ്ങളെ തണുപ്പിക്കുന്നു, നമ്മുടെ ഗ്രഹത്തെ സന്തുലിതമായി നിലനിർത്തുന്നു. ഒരു ഭീമാകരമായ പ്രകൃതിദത്ത എയർ കണ്ടീഷണർ പോലെ. നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ ഫലങ്ങൾ എല്ലാ ദിവസവും നമുക്ക് അനുഭവപ്പെടുന്നു. യൂറോപ്പിലെ ഒരു ചൂടുള്ള കാറ്റായാലും ഇന്ത്യൻ തീരത്തിനടുത്തുള്ള ഒരു തണുത്ത പ്രവാഹമായാലും ഈ മറഞ്ഞിരിക്കുന്ന ശക്തി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ മുഖത്ത് കാറ്റ് അനുഭവപ്പെടുമ്പോഴോ കാലാവസ്ഥയിൽ ഒരു മാറ്റം കാണുമ്പോഴോ ഓർക്കുക, സമുദ്രത്തിനടിയിൽ എവിടെയോ ആയിരക്കണക്കിന് മീറ്റർ ഉയരമുള്ള ഒരു നിശബ്ദ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. ഭൂമിയുടെ കാലാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ അണ്ടർ വാട്ടർ വെള്ളച്ചാട്ടം. ഭൂമിയുടെ കാലാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഈ അണ്ടർ വാട്ടർ വെള്ളച്ചാട്ടം എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അതില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള താപനില അപകടകരമായ രീതിയിൽ മാറിയേക്കാം. കടലിന്റെ അടിയിൽ നമ്മുടെ കണ്ണുകൾക്ക് അപ്രത്യക്ഷമാണെങ്കിലും ഭൂമിയുടെ ജീവിതചക്രത്തിൽ നിർണായകമായ ഒരു ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്ന പ്രകൃതിയിലെ ഓരോ ചെറിയ മാറ്റത്തിനും പിന്നിൽ കണ്ടുപിടിക്കപ്പെടാത്ത ഇത്തരം ഭീമൻ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അറിയാത്തതും മനസ്സിലാക്കാനാവാത്തതുമായ അനേകം അത്ഭുതങ്ങൾ ഈ ഗ്രഹത്തിൽ ഇപ്പോഴും അതിൻ്റെ താളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഓരോ രഹസ്യത്തിലേക്കും നമ്മുടെ അടുത്ത യാത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ഭൂമിയിലെ മറഞ്ഞിരിക്കുന്ന അത്ഭുതവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.